പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിചയപ്പെട്ടാലോ? സിമ്പിൾ ആട്ടോ. ഇവിടെ നോക്കിക്കേ, എന്താ തന്നത്? ഒരു റെക്ടാങ്കുലാർ ബ്ലോക്ക്, ഒരു ചതുരക്കട്ട് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയോ? ഇതിന്റെ വോളിയമാണ്, വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവർക്കും വോളിയം കണ്ടുപിടിക്കാൻ അറിയാമെന്ന് മാഷിനറിയാം. എന്ത് ചെയ്താൽ മതി? അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും, നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. ഈ ചതുരക്കട്ടയുടെ നീളം എന്താണ്? 7 സെന്റിമീറ്റർ. അപ്പൊ വീതി എന്താണ്? 4 സെന്റിമീറ്റർ. ഇനി നേരെ ഈ 4 സെന്റിമീറ്റർ നമ്മൾ നീളം എടുത്താലോ? അപ്പൊ ഈ 7 സെന്റിമീറ്റർ നമ്മൾ വീതി എന്ന് പറയണം. പക്ഷെ ഈ കുത്തനെയുള്ള അളവുണ്ടല്ലോ, കുത്തനെയുള്ള അളവ്, അതിന് നമ്മൾ എന്താ വിളിക്കുക? അതിനെ നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കണം. അപ്പൊ നീളവും വീതിയും കുത്തനുള്ള ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും, അതായത് വ്യാപ്തം കിട്ടും. അപ്പൊ വോളിയം എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ലെങ്ത് എത്രയാണ്? 7 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ, ഹൈറ്റ് 2 സെന്റിമീറ്റർ. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം കിട്ടും. 7 × 4 × 2 ചെയ്താൽ എന്താ കിട്ടുക? 7 × 4 എത്രയാണ്? 7 × 4 28. 28 × 2 എത്രയാണ്? 56. 56 ക്യൂബിക് സെന്റിമീറ്റർ ആണ് എന്ത്? ഇതിന്റെ വോളിയം. 56 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇത് ഇവിടെ കാണുന്ന ഈ റെക്ടാങ്കുലാർ ബ്ലോക്കിന്റെ വോളിയം. സിമ്പിൾ ആണല്ലോ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും, നീളവും വീതിയും ഉയരവും സെന്റിമീറ്ററിലായാലാണ് വോളിയത്തിന്റെ കൂടെ ക്യൂബിക് സെന്റിമീറ്റർ ചേർക്കേണ്ടത്. ഒരു ക്യൂബിക് കൂടെ എക്സ്ട്രാ ചേർക്കാം. അപ്പോ ക്യൂബിക് സെന്റിമീറ്ററിന് എപ്പോഴും ആഡ് ചെയ്യുക, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെന്റിമീറ്ററിലായാലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ വേറൊരു റെക്ടാങ്കുലാർ ബ്ലോക്ക് തന്നിട്ടുണ്ട്. ഇതിനെ എനിക്ക് ക്യൂബ് എന്ന് കൂടെ വിളിക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ റെക്ടാങ്കുലാർ ബ്ലോക്കിനെ, ഈ ചതുരക്കട്ടിയെ ക്യൂബ് എന്ന് വിളിക്കുന്നത്, സമചതുരക്കട്ടാന്ന് വിളിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എന്താണ്? സെയിം ആണ്. ലെങ്ത്തും 5 മീറ്റർ, ബ്രെഡ്ത്തും 5 മീറ്റർ, ഹൈറ്റും 5 മീറ്റർ ആണ്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയിട്ടുള്ള റെക്ടാങ്കുലാർ ബ്ലോക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്യൂബ് എന്ന് കൂടെ വിളിക്കാം. നീളവും വീതിയും ഉയരവും തുല്യമായിട്ടുള്ള ചതുരക്കട്ടയെ നമുക്ക് സമചതുരക്കട്ട എന്ന് കൂടെ വിളിക്കാം. അപ്പൊ ഇതൊരു ക്യൂബാണ്, സമചതുരക്കട്ടയാണ് അല്ലേ? ഇതിന്റെ വോളിയം എങ്ങനെ കാണുക? വോളിയം കാണാൻ വേണ്ടിയിട്ട് ലെങ്ത്തിന്റെ നീളവും ബ്രെഡ്ത്തിന്റെ നീളവും ഹൈറ്റിന്റെ നീളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെങ്ത്തും 5 മീറ്റർ, ബ്രെഡ്ത്തും 5 മീറ്റർ, ഹൈറ്റും 5 മീറ്റർ. അപ്പൊ 5 × 5 × 5 ചെയ്താൽ എന്ത് കിട്ടും? 5 × 5 25. 25 × 5 125. 125 ആണ് ഇതിന്റെ വോളിയം, വ്യാപ്തം. 125 എന്ത്? ഇവിടെ നോക്കിക്കേ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെന്റിമീറ്ററിലായപ്പോ നമ്മൾ വോളിയത്തിന് കൂടെ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് ചേർത്തു, അല്ലെ? ഒരു ക്യൂബിക് കൂടെ ഇട്ട് കൊടുത്തു, ക്യൂബിക് സെന്റിമീറ്റർ. ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മീറ്ററിലാണെങ്കിൽ വോളിയത്തിന് കൂടെ എന്താ ചേർക്കേണ്ടത്? ക്യൂബിക് സെന്റിമീറ്റർ ആണോ? അല്ല, ക്യൂബിക് മീറ്റർ എന്ന് ചേർക്കണം. എന്താണ്? ക്യൂബിക് മീറ്റർ എന്നാണ് ചേർക്കേണ്ടത്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെന്റിമീറ്ററിലായാല് വോളിയത്തിന്റെ കൂടെ ക്യൂബിക് സെന്റിമീറ്റർ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മീറ്ററിലായാല് വോളിയത്തിന്റെ കൂടെ ക്യൂബിക് മീറ്റർ. ഈ കാര്യം കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. ക്യൂബിക് മീറ്റർ, 125 ക്യൂബിക് മീറ്റർ ആണ് ഇതിന്റെ വോളിയം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ മാഷ് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മാഷ് പറഞ്ഞു. പക്ഷെ എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ എക്സാമിന് ഏത് രീതിയിൽ പഠിക്കണോ ആ രീതിയിൽ, എക്സാമിന് ഏത് രീതിയിൽ ചോദ്യങ്ങൾ വരുമോ ആ രീതിയിൽ നമുക്ക് ഇതിന് ഉത്തരങ്ങൾ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് 18-ാം തീയതി വൈകുന്നേരം 7 മണിക്ക്, അതായത് എക്സാമിന് തലേന്ന് വൈകുന്നേരം 7 മണിക്ക് മാഷ് ലൈവ് വരുന്നത്. അപ്പൊ ആരും ലൈവ് മിസ്സാക്കരുത്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ലൈവിൽ ഉണ്ടാവണം. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ട് കൃത്യസമയത്ത് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 18-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് തന്നെ നടക്കുന്ന ലൈവിലോട്ട് വരിക. നമുക്ക് എന്തായാലും ഈ ലൈവിൽ ചരിത്രം മുഴുവൻ, പാഠങ്ങൾ മുഴുവൻ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇനി ലൈവിൽ കാണാം. ബൈ ബൈ.